വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ചധികാലമായി നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആവാന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ ഒരാൾ മൈക്കൊക്കെ വെച്ച് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. റോമോളെ വീഡിയോ ചെയ്യല്ലേ? ഡൺ റോമോളുടെ ഡ്രസ്സിൽ എന്താ അതെന്താ ഇതെന്താ? ഏതാ വാട്ടർമെലണ്? അപ്പൊ ഇതെന്താ? അപ്പൊ ഇതെന്താ? ഗുഡ് ഗേൾ. അവൾ എന്ത് പറഞ്ഞാലും അപ്പൊ നമ്മള് ക്ലാപ്പ് ചെയ്യണം കേട്ടോ. അപ്പൊ റൂമുകൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2 വയസ്സാവാനായിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ 2 വയസ്സും. ഗുഡ് ഗേൾ. എല്ലാവർക്കും ഒരു പാട്ട് പാടി കൊടുത്തു റോമോള്. ക്ഷമിക്കണം കേസ്, ഞങ്ങൾക്ക് എപ്പോഴും ഈ പാട്ട് മാത്രമാണ്. പാട്ട് പാടാൻ പറഞ്ഞ ഞങ്ങൾ ആദ്യം പാടുന്ന പാട്ട് കാക്കി കാക്കിയാണ് അല്ലേ? അപ്പൊ അതാ റോമോളെ പാട്ടൊക്കെ കേട്ടില്ലേ? റോമോൾക്ക് ഉണ്ടല്ലോ ഇപ്പൊ എപ്പൊ നോക്കിയാൽ ഐസ്ക്രീം ആണ് കേട്ടോ ഗൈസ്. പുറത്തിറങ്ങിയാൽ നമ്മുടെ ഷോർട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണം. എപ്പോൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ഐസ്ക്രീം വേണം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഐസ്ക്രീം വാങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. റോമോൾക്ക് ഞാൻ 1.5 വയസ്സ് വരെ ഞാൻ നമ്മുടെ പഞ്ചസാരയോ കൽക്കണ്ടോ ശർക്കര ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് ഡേറ്റ്സ് ഒക്കെയാണ് ഷുഗറിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് ഞാൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം. കൈ വാഷ് ചെയ്യണോ? അതിന് കയ്യിലെന്താ? ഒന്നുമില്ലല്ലോ. ഞാൻ കുറച്ച് വൃത്തിയൊക്കെ കൂടുതലായിട്ട് ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ വാഷ് ചെയ്യണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇന്ന് നമുക്ക് റോമോൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള, റോമോൾക്കല്ല നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുക ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഐസ്ക്രീം ഉണ്ടാക്കാ? ഉമ്മ ഉണ്ടാക്കി തരാം കേട്ടോ. ഐസ്ക്രീം ഇഷ്ടം? ഐസ്ക്രീം പറ. യമ്മി. ഐസ്ക്രീം ടേസ്റ്റി ആണോ? ഓക്കെ, എല്ലാം മനസ്സിലായല്ലോ എല്ലാവർക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ കാര്യങ്ങള്. അപ്പൊ നമുക്കിന്ന് ഐസ്ക്രീം ഉണ്ടാക്കാം. ഇവിടെ എന്തൊക്കെയാ പറയണ്ട. അപ്പോൾ നമുക്ക് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം. ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോണത് റാഗി വെച്ചിട്ടാണ് കേട്ടോ. ഞങ്ങളവിടെ ചൊളാണ്ടി എന്ന് പറയും. പല നാട്ടിലും പല പേരാണ്. പിന്നെ എന്തൊക്കെയോ കുറെ പേരുണ്ടല്ലോ, മുത്താറി, അങ്ങനെ കുറെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് എൻ്റെ ഉമ്മ പൊടിപ്പിച്ച് തന്ന കുറച്ച് റാഗി പൊടി ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്കിന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം. ആണോ? വാ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാ. വാ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഐസ്ക്രീം ഉണ്ടാക്കട്ടെ. അപ്പൊ ഗൈസ് ഞാനും പോവും ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണ്. ഉമ്മക്കൊരു ഉമ്മ തന്നാലുള്ളൂ ഉമ്മ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കി തരാം. ഒരു ഉമ്മതാ. ആരെ ബേബിയാ? ഉമ്മന്റെ ബേബിയാ? ഉമ്മാന്റെ കുട്ടി എവിടെ? അപ്പൊ പറയാനുള്ള മൂഡില്ല. ഉമ്മാന്റെ ബേബി എവിടെ? ഹലോ ബുബു അടങ്ങി കളിക്കണം കേട്ടോ. അടങ്ങി നിക്കണം കേട്ടോ. ഗുഡ് ഗേൾ. അതെന്താ? ഹലോ ആണോ? അയ്യോ വിളിച്ചാ? ആരെ വിളിക്കണേ? അപ്പൊ റോമോൾ എന്തായാലും ഇവിടെ കളിക്കട്ടെ. അപ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് പോയിട്ട് ഐസ്ക്രീം സെറ്റാക്കി എടുക്കാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്.
ആദ്യം വേണ്ടത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കുറുക്കില്ലേ റാഗി, അത് തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഏതാ യൂസ് ചെയ്യാറ് ആ റാഗി പൗഡർ എടുക്കാം. അതായത് സ്പ്രൗട്ടഡ് ആണോ അല്ലാത്തയാണോ? ഞാൻ സ്പ്രൗട്ടഡ് അല്ല, അല്ലാത്തയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ റാഗി പൗഡർ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് പാലും ചേർത്തിട്ട് കട്ടയില്ലാണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതിലേക്ക് മധുരം ഗീ ഒന്നും ചേർക്കണ്ട, സാധാരണ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. കുറുക്കിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നല്ല തിക്കായിട്ട് വരണം, ഇതുപോലെ ആവണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിന് ഈത്തപ്പഴമാണ് ഞാൻ ചേർക്കുന്നത്. ഇവിടെ ഈത്തപ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോക്സ് നിറയെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മധുരത്തിന് യൂസ് ചെയ്യണത്. നാട്ടിലെ ഈത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. ഇത് ഭയങ്കര സോഫ്റ്റും ഭയങ്കര മധുരമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 7 എണ്ണം എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണം കൂട്ടാം, ഒരു 4 എണ്ണമൊക്കെ എക്സ്ട്രാ എടുക്കാം. അപ്പോൾ ഒരു ജാറിലോട്ട് ഈത്തപ്പഴവും പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ റോബസ്റ്റ് പഴമാണ്. റോബസ്റ്റ് പഴം ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ റോബസ്റ്റ് പഴമാണ് ഒന്നും കൂടെ ബെറ്റർ. അത് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ഫ്രോസൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം, നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇനി ഇതാ വലിയൊരു ജാറെടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു റാഗിയുടെ ആ ഒരു കുറുക്ക് അതൊന്ന് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ട് വരണം, സ്പൂണിൽ നിന്ന് ഇളകി വരരുത്. ഇനി നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബനാന, ആ ഡേറ്റ്സിൻ്റെ ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ ഒരു 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത്രേ വേണ്ടുള്ളൂ, കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കും മധുരമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കാവുന്ന ഒന്നാണ്. ഞങ്ങളിപ്പോൾ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു രാത്രി മൊത്തം ഇത് ഫ്രീസറിൽ കിടന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വരട്ടെ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ ഐസ്ക്രീം എന്തായെന്നുള്ളത്. അടുത്ത ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. റോമോൾ ഇന്ന് രാവിലെ എണീച്ചപ്പോഴേ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അങ്ങനെയാണല്ലേ, പെട്ടെന്ന് നമ്മൾ ഒരു വട്ടമൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നല്ല ഓർമ്മയിൽ നിൽക്കും. രാവിലെ എണീച്ചപ്പോഴേ എൻ്റെ അടുത്ത് ഐസ്ക്രീം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു, അതിനൊക്കെ ശേഷമാണ് നമുക്ക് കൊടുക്കാമെന്ന് വിചാരിക്കണത്. അപ്പം നമുക്ക് കൊടുക്കട്ടോ. ഇവിടെ ആകെ പെട്ടെന്ന് തോന്നും, പക്ഷേ ഇതൊക്കെ ഞങ്ങളുടെ റൂമുകളുടെ ടോയ്സ് ആകെ നേരത്തേക്കുണ്ട്. ഒരു സാമ്പിൾ വെടിക്കിട്ട് മാത്രമാണ്, കുറച്ച് തന്നെ ഇതിലാറാകെ അലമ്പാക്കും ഞങ്ങൾ. ഇപ്പോൾ റോമോള് എണീച്ച് വന്നപ്പോഴേ അവൾക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ ഐസ്ക്രീമിൻ്റെ കാര്യം. എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അവൾക്ക് ആദ്യം ഐസ്ക്രീം കൊടുക്കാം. നമ്മുടെ ഐസ്ക്രീം നമുക്ക് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കാം, സ്കൂപ്പ് ചെയ്തെടുക്കാം. എനിക്ക് സ്കൂപ്പ് ചെയ്യാൻ വലിയൊരു ഐഡിയ ഒന്നുമില്ല, എന്നാലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഐസ്ക്രീമൊക്കെ നല്ല അടിപൊളി സെറ്റായി വന്നിട്ട് അപ്പോൾ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കട്ടെ. എനിക്ക് സ്കൂപ്പ് ചെയ്യാൻ വലിയ ഐഡിയ ഇല്ല, ഞാനൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കട്ടെ. ഞാൻ സ്കൂപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല എത്രത്തോളം നന്നായിട്ട് വരുന്നുള്ളത്.
കുറച്ച് നട്ട്സ് ഇങ്ങനെ പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം നമുക്ക് റോമോൾക്ക് ഐസ്ക്രീം കൊടുക്കാം. കഴിച്ചോക്ക് പൂവേ. എങ്ങനെയുണ്ട്? യമ്മി. ടേസ്റ്റിന് കേട്ടോ അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് വലിയവർക്കും ഒന്ന് കഴിക്കാവുന്നതാണ്. കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ ഇടയ്ക്കൊക്കെ ഒരു ഡെസേർട്ടൊക്കെ കഴിക്കാൻ കൊതി വരുമ്പോൾ ഇങ്ങനെയുള്ള ഉണ്ടാക്കി കഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് ഇതൊരു പാകത്തെ മധുരമാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. കുറച്ചും കൂടെ മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു 3-4 ഡേറ്റ്സും കൂടെ അധികം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബൂബോ ബബ അറിയല്ലേ? ഓക്കെ ബൈ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.